ശ്രീ പ്രിന്റു മഹാദേവ്, മുനമ്പം വിഷയം മറ്റൊരു വിഷയമാണ്, അത് പരിഹരിച്ചേ മതിയാവുള്ളൂ. വഖഫ് ബിൽ എന്ന് പറയുന്നത് അത് അഡ്രസ് ചെയ്യുന്ന വേറെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിന്റെ ജനതയ്ക്ക് മുന്നിൽ വെച്ചുകൊണ്ട് വലിയൊരു സമ്മർദ്ദത്തിലേക്ക് കോൺഗ്രസിനെ പോലും തള്ളിയിട്ടുകൊണ്ട് ഒരു സമുദായ ഐക്യം നിങ്ങൾ പച്ചയ്ക്ക് കത്തിക്കുകയാണോ എന്നാണ് കോൺഗ്രസ് നേതാക്കളും ഇടതുപക്ഷവും ഒക്കെ ചോദിക്കുന്നത്. ഇതൊരു വല്ലാത്ത ഒരു കുരുക്കിലേക്ക് കേരളത്തിന്റെ സാഹചര്യത്തെ എത്തിക്കുകയാണ് BJP എന്ന ചോദ്യത്തിനുള്ള മറുപടി. ഒരിക്കലുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രാകൃത കാട്ടാള നിയമം നാളെ പാർലമെന്റിനകത്ത് അതിന് അന്ത്യം കുറിക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇതിന്റെ ചർച്ച. നമുക്കറിയാം, വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ടോ ഈ രാജ്യത്തൊരു വിഭജനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ളതല്ല. ഈ രാജ്യത്ത് പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരു നീറുന്ന പ്രശ്നം, ആ പ്രശ്നത്തിനകത്ത് സ്വാഭാവികമായി ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരം എന്ന രീതിയിലാണ് വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഞങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല. ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണം. ഈ രാജ്യം ഒരു മത സംവിധാനത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് മതനിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ഇതല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന. ആ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനനുസൃതമായിട്ടാണ് ഞങ്ങൾ ഈ ഭരണഘടനാ ഭേദഗതിയെ ബില്ലിനെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അത് ഈ രാജ്യത്തിന്റെ അകത്തറിയില്ല, ഈ ചെന്നായ്ക്കളെ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ പോലെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഒന്ന്, ഇസ്ലാമിക് സ്റ്റേറ്റിനെ അനുകൂലിക്കുന്ന ഈ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും. രണ്ട്, മതേതരത്വത്തിന്റെ വക്താക്കളായി മാറുന്ന BJPയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും അതിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാരണം വഖഫ് ഭേദഗതി ബില്ല് അല്ലെങ്കിൽ വഖഫ് ബില്ല് എന്ന് പറയുന്നത്, നോക്കൂ, എന്റെയും നിങ്ങളുടെയും സ്വത്തിനകത്ത് ഒരു മതനിയമത്തിനകത്ത്, ആ മതനിയമത്തിന് നേരത്തെ റോജി സാറ് പറഞ്ഞല്ലോ, ഇതിനകത്ത് എന്താണ് കോൺഗ്രസ് സാർ സത്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. വഖഫ് എന്ന് പറയുന്ന ബില്ലിനെ ഒരു കിരാത നിയമമാക്കി മാറ്റിക്കൊണ്ട് മറ്റുള്ളവന്റെ സമാധാനത്തിന്റെയും സ്വസ്ഥതയെയും അവന്റെ സമ്പത്തിനെയും ഒരു കൊള്ളയടിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിക്കൊടുത്തത് കോൺഗ്രസ് ആണ്. 1995 വഖഫ് ഭേദഗതി വരുത്തിയിട്ടുള്ള അവിടെ അന്ന് കൂട്ടിച്ചേർത്തിട്ടുള്ള സെക്ഷൻ 40 എന്ന് പറയുന്ന ഒരു വിഷപ്പല്ല്, ആ വിഷപ്പല്ലിനെ നാളെ കൊഴിക്കാൻ പോവുകയാണ്. അങ്ങനെ വിഷപ്പല്ലിനെ കൊഴിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് വർഗീയതയായി മാറുക? അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്താമെന്നതടക്കം അത്യന്തം സെൻസിറ്റീവ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ ഭേദഗതിയിലില്ലേ? അതൊരു സമുദായത്തെ വ്രണപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ആ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വക്താക്കളാകുകയാണ്. അപർണ, ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇവിടെ ഇതിനകത്ത് തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, മതേതരത്തിന് വിരുദ്ധമാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ ഫാക്ട് സമൂഹം അറിയണല്ലോ. നമ്മുടെ ഒരു അക്കാദമിക് ചർച്ച ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഉറപ്പുവരുത്തുള്ളൂ. നേരത്തെ സമ്പത്ത് സാറൊക്കെ ഭരണഘടനയുടെ ചില കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്യുന്നത് കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A എന്ന് പറയുന്ന പൗരവന്റെ സ്വന്തം സ്വത്ത് സംരക്ഷിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഈ ബില്ല് നിലകൊള്ളുന്നത്. മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള വഖഫ് ഭേദഗതിയുള്ള സെക്ഷൻ 52(4) എന്ന് പറയുന്നതിനെ ഭേദഗതി വരുത്തുന്നു. സെക്ഷൻ 52A എന്ന് പറയുന്ന ഭേദഗതി വരുത്തുന്നു. അങ്ങനെ ഭരണഘടനയുടെ മൂല്യങ്ങളെയും മതേതര മൂല്യങ്ങളെയും പൊതുസമൂഹത്തിന് മുമ്പിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക സാർ? ഒന്ന് നോക്കൂ, ഈ രാജ്യത്ത് ഇപ്പൊ മുനമ്പം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പറഞ്ഞ എന്താണ്, ഇതുപോലെയുള്ള 4 ലക്ഷത്തോളം കേസുകളാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട, വഖഫ് ബോർഡുകൾ ക്ലെയിം ചെയ്യപ്പെട്ടിട്ടുള്ള, അവകാശവാദം ഉന്നയിപ്പിച്ചിട്ടുള്ള 4 ലക്ഷത്തോളം കേസുകൾ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിനകത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഉത്തർപ്രദേശാണ്, 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് പശ്ചിമ ബംഗാളാണ്, 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ്. ഈ കേരളത്തിൽ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുള്ള 53,432 കേസുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഒരു മുനമ്പം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ വഖഫിന്റെ ഈ കരാള ഹസ്തങ്ങളിലേക്ക് പോകാൻ പോവുകയാണ്. അതിനെ സമഗ്രമായിട്ട് പഠിച്ചുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമം എങ്ങനെയാണ് ഒരു മതത്തിനെതിരാവുക? നോക്കൂ, ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വഖഫുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തർക്കം നമ്മൾ ഇന്ത്യ മാറ്റുക.